വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഒരു ബാംഗ്ലൂർ മലയാളി. ഞാൻ അറിയാതെ എന്നെ കാണുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ. കാരണം ഞാൻ അങ്ങനെ വീഡിയോസ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ ഇടയ്ക്ക് ഓരോ വീഡിയോസ് ഇടുമ്പോൾ ഒരു 1K വ്യൂസ് അല്ലെങ്കിൽ 2K വ്യൂസ് അത് എനിക്ക് തരുന്ന ഒരു ഹാപ്പിനെസ് ഈസ് എന്താ പറയണ്ടേ, അത് വേറെ ആർക്കും മനസ്സിലാവില്ല, എനിക്ക് മാത്രമേ മനസ്സിലാവൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ എന്തിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നാണ് ഞാൻ എൻ്റെ തംബ്നെയിലിട്ടേക്കുന്നത്. യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആകാൻ വേണ്ടിയായിരുന്നു. അപ്പം നിങ്ങൾ ഓർക്കും, എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആകുന്നത്, അത് പോവല്ലേ ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറയാം, ഞാൻ ഒരു 10 ഇയേഴ്സ് വർക്ക് ചെയ്തിട്ട് ഒരു 3 ഇയേഴ്സ് ഞാനൊരു കരിയർ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മോളെ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ വിചാരിച്ചത്, നമ്മളിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ മെൻ്റലി ഓക്കെ ആകും, നമുക്ക് ജോലിയിൽ നിന്നൊരു ബ്രേക്ക് എടുക്കുമ്പം ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷേ അതൊരു 6 മന്ത് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, വീട്ടിലിരിക്കുന്നതെന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടുള്ളൊരു കാര്യമാണ്, പ്രത്യേകിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നവർക്ക്. അങ്ങനെ ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം. ആ ഒരു സമയത്താണ് അവർ അനുഭവിക്കുന്ന ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഗോ ത്രൂ ചെയ്തത്. അപ്പം ഞാൻ വിചാരിച്ചായിരുന്നു, ആ 3 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്നവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത് കേട്ടോ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട്, അവൾക്ക് ഓൾറെഡി ഒരു യൂട്യൂബ് ചാനലുണ്ട്, അവൾ എന്നോട് ഇങ്ങനെ സജസ്റ്റ് ചെയ്ത്, യൂട്യൂബ് നീ സ്റ്റാർട്ട് ചെയ്യുക, വേറൊന്നിനും അല്ല, ഇൻകം എന്ന് പറയുന്നത്, ഏണിങ് ഇൻകം എന്ന് പറയുന്നത് ലാസ്റ്റ് ഒരു പ്രോസസ്സാണ്, നീ ജസ്റ്റ് അവൾക്കതിന് ഡിഫറൻസ് മനസ്സിലായതുകൊണ്ടാണ് അവൾ എന്നോട് പറഞ്ഞത്. പക്ഷേ എനിക്ക് എന്നിട്ടും ഞാനൊരു 1.5 ഇയർ എടുത്തു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ലാസ്റ്റ് ജനുവരിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. സ്റ്റാർട്ട് ചെയ്തപ്പം ഞാൻ ജസ്റ്റ് ചുമ്മാ സ്റ്റാർട്ട് ചെയ്തു, കുറച്ച് ആൾക്കാർ കാണുന്നു, പിന്നെയും കുറച്ച് ആൾക്കാർ കാണുന്നു. അത് എനിക്കറിയുന്നവരോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, എൻ്റെ ഹസ്ബൻഡ് പോലും അറിയത്തില്ലായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറയുന്നത്, ഇന്ന പോലെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ആരെയും അറിയിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക, ഫേസ് കാണിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്കത് ചെയ്ത് കഴിയുമ്പം നിങ്ങൾ എഡിറ്റ് ചെയ്ത്, നിങ്ങൾ സ്വന്തമായിട്ടൊരു കാര്യം അത് എഡിറ്റ് ചെയ്തിട്ട് കഴിയുമ്പോൾ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അത് വേറെയാണ്. സോ വീട്ടിലിങ്ങനെ ഇരുന്ന് സമയം കളയുന്ന, ഫോൺ നോക്കിയിരിക്കാതെ നിങ്ങൾ ഇമ്മീഡിയറ്റായിട്ട് നിങ്ങൾ നെക്സ്റ്റ് 2026 തന്നെ നിങ്ങളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണം. അത് നിങ്ങൾ ആരും അറിയിക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്തിട്ടിടാം, അല്ലെങ്കിൽ ആരും അറിയിക്കേണ്ട ആവശ്യമില്ല. വേറെ ആൾക്കാരൊക്കെ അത് അറിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തോളും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നവർക്ക് മെൻ്റലി ഭയങ്കര റിലീഫായിരിക്കും കേട്ടോ. ഇതിനെക്കുറിച്ച് ഇനിയും നിങ്ങൾക്ക് വീഡിയോസ് വേണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം ഒട്ടും ലേറ്റ് ആകണ്ട, പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ.